കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി അക്രമി സംഘം സഞ്ചരിച്ച വെള്ള ഇന്നോവ കാർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വയനകം ഭാഗത്തു നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത്. പോലീസിനെ കണ്ട ഉടൻ ഈ വാഹനത്തിൽ നിന്ന് 2 പേർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചില പ്രതികരണങ്ങളിൽ കൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ വണ്ടി ആയെന്ന് സംശയിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് 2 പേര് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ നമ്മളിവിടെ നിന്ന് അവരെ അന്വേഷിച്ച് പോയി കണ്ടെത്തിയില്ല. ഇതിനെപ്പോഴും ആളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തുന്ന സമയത്ത് പ്രതികൾ ഓടിയായിരുന്നു. 2 പേരായിരുന്നു ഇതിനകത്ത് ഇറങ്ങി ഓടിയത്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ വയനകം സംഘം എന്ന് വിളിക്കുന്ന ആ സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന പ്രതികൾ ആ പരിസരത്ത് തന്നെ, അതായത് കൊല്ലം പരിസരത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണല്ലോ കരുതേണ്ടത്, അല്ലെ? ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത് വ്യക്തമാക്കുന്നത് അതുതന്നെയാണല്ലോ, അല്ലെ? തീർച്ചയായും വിജയകുമാർ, പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരു 2 മണിക്കൂറിലധികമായി പോലീസ് ഇക്കാര്യത്തിൽ പ്രതികളെ തേടിയുള്ള അന്വേഷണം അതിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. കൊല്ലം സിറ്റി ലിമിറ്റുള്ള മുഴുവൻ പോലീസ് സംവിധാനവും കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഇപ്പോൾ ഈ വയനകം ഭാഗത്ത് വെച്ചാണ്, വയനകം ചാക്കൂർ കിഴക്കതിൽ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചാണ് ഒരു വാഹനം, ഇന്നോവ വാഹനം ഇവിടേക്ക് നിർത്തിയത്. ഈ സമയത്ത് ഇവിടേക്ക് എത്തിയത് തെക്കുംഭാഗം SI കൂടിയായ നിയാസും സംഘവുമാണ്. സാർ ഇവിടേക്ക് എത്തുമ്പോൾ ഈ വാഹനം എങ്ങനെയാണ് പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടത്? ഈ വാഹനം ഇത് ഒബാക്കാവ് വെച്ച് ഇങ്ങനെ ഒരു വെട്ട് നടന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വന്നിട്ടൊരു വിഷ്വൽസ് കണ്ടിരുന്നു. വെള്ള ഇന്നോവ ആണ്. അങ്ങനെ ഈ ഇന്നോവ ഈ ഏരിയയിലുള്ളവരാണെന്നുള്ള ധാരണയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴും ഇങ്ങനെ ഒരു വണ്ടി കണ്ട ഉടനെ ഇവിടെ ഇതിന് തൊട്ട് ചേർന്നൊരു ചായക്കട ഉണ്ടല്ലോ, അവിടെ കുറച്ച് പേര് ഇന്ന് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അവരോട് ഈ വണ്ടി ചോദിച്ചപ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്ന കണ്ട്. ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി. അപ്പം ഒരു സൈഡ് അപ്പുറത്ത് നിന്ന് ഒരാൾ വേറെ വഴിയിലോട്ടും ഓടുന്ന കണ്ട്. അങ്ങനെ 2 സൈഡിലും എവിടെയെങ്കിലും കുറേ പറമ്പുകളും ഇതൊക്കെയാണ്. അവരെ കയ്യെത്താൻ പറ്റിയില്ല. അങ്ങനെ ഈ ഓടിയത് എന്താണെന്ന് ഈ വണ്ടിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഈ വണ്ടി ആണെന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട 2 പ്രതികൾ, ആ പ്രതികൾ എവിടേക്ക് പോയെന്നുള്ള സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വാഹനത്തിലാണ് പ്രതികൾ എത്തിയത്. ഇന്നോവ വാഹനം, വെള്ള ഇന്നോവ വാഹനം എന്ന നേരത്തെ അനീറിനെ വെട്ടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ സന്തോഷിന്റെ സമീപത്തെ CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഈ പ്രതികൾക്ക് കൃത്യമായ ബന്ധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഗുണ്ട കുടിപ്പക തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിലടക്കം കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വാഹനം ഇപ്പോൾ പോലീസ് അല്പസമയത്തിനകം ഫോറൻസിക് വിദഗ്ധരെ അടക്കം എത്തിച്ചുകൊണ്ട് പരിശോധന അടക്കം നടത്തും. ഈ വാഹനത്തിന്റെ RC ഓണറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ നമ്പർ അടക്കം പൂർണ്ണമായും ചില സ്ഥലങ്ങളിലടക്കം മറച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഈ വാഹനം വാടകയ്ക്ക് എടുത്തതാണെന്ന് കൂടി പോലീസ് ഉറപ്പിക്കുന്നു. അത് മറ്റൊരു ഗുണ്ടാ നേതാവാണ് എടുത്തത്. ആ ഗുണ്ടാ നേതാവ് എടുത്ത് ഇയാൾക്ക് മറച്ചു കൊടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം പോലീസിന് ഈ അന്വേഷണം നടത്തും. എന്തായാലും ഇത് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന CCTV ദൃശ്യം അടക്കം നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും പോലീസ് പ്രതികൾക്ക് പിന്നാലെയുണ്ട്. എന്തായാലും പക്ഷേ പ്രതികളെ സംബന്ധിച്ച് വയനകം സംഘമാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നു. ആ പ്രതികളെ കുറിച്ച് ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചില മൊഴികൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികൾ കൂടി കസ്റ്റഡിയിലാകും എന്ന സൂചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടി ലഭിക്കുന്നുണ്ട്.